നിങ്ങൾ ഹാജരാക്കോ? നിങ്ങൾ എന്തിനു വേണ്ടാത്തത് പറയണം? കാര്യം പറയാൻ തന്നെ ഇല്ലേ ഇഷ്ടം പോലെ? കളവ് പറയണോ? ഇതാണോ നിങ്ങൾ പഠിച്ചു വരുന്നത്? ഇപ്പോഴും നിങ്ങൾ കളവ് പറയൽ മത്സരത്തിൽ കിട്ടിയ റെക്സോണ സോപ്പ് തീർന്നിട്ടില്ലേ? പ്രസംഗിക്കാൻ വരുമ്പോഴൊക്കെ എപ്പോഴും അത് തേച്ച് കുളിച്ചിട്ടാ വരുന്നത്. അതിന്റെ കുഴപ്പമാണ് ഈ കാണുന്നത് കേട്ടോ. അത് പരമാവധി അങ്ങ് ഒഴിവാക്കി. പൈസ നഷ്ടപ്പെട്ടാലും വേണ്ടില്ല, ഞങ്ങൾ തരാ, എന്നാൽ ഒഴിവാക്കത്. എന്നിട്ട് നല്ലത് വാങ്ങ്. കളവ് പറയൽ മത്സരത്തിലൂടെ വാങ്ങിയ ഈ സോപ്പൊക്കെ മാറ്റിവെക്ക്. അത് ഉപയോഗിച്ച് ഇനിയും വരില്ല. അതാണ് ഈ കളവ് പറയാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്നത്. ഇനി ഞാൻ പറയട്ടെ, ഇത്ര വളരെ വ്യക്തമായ സംവാദങ്ങൾ നടന്നിട്ടും കുറച്ചാൾക്കാർ മുജാഹിദായി എന്ന് പറയുന്നുണ്ടെങ്കിൽ അവർ എന്തുമാത്രം വലിയ പൊട്ടന്മാരായിരിക്കും? അങ്ങനെ സങ്കല്പിക്കുക. നമ്മളെ മൗലവിന്റെ വാക്കനുസരിച്ച് നമ്മൾ സങ്കല്പിക്കുക. എന്നാൽ തന്നെ അവർ എത്ര വലിയ പൊട്ടന്മാരായിരിക്കും? കുറച്ചൊരു വിവരമുള്ള ഒരു മനുഷ്യൻ അങ്ങനെ ആകൂല. നിങ്ങൾ നോക്ക്, മുമ്പ് ഈ അടുത്ത് നടന്ന സംവാദം കുന്നത്തേരി എന്ന് പറയുന്ന സ്ഥലം, ആലുവയിൽ, അതിന്റെ 8 കിലോമീറ്റർ അപ്പുറമുള്ള പ്രദേശത്തുള്ള ആളുകൾ സംവാദം കണ്ട് മുജാഹിദായി എന്നാ പറയുന്നത്. അങ്ങോട്ട് സംവാദത്തിന്റെ വിഷയം തന്നെ എത്തിയിട്ടില്ല. എന്തിനാണ് ഈ പച്ചക്കളം പറയുന്നത്? എത്ര കളവാ പറയുന്നത്? മുജാഹിദായി എന്ന് പറയുന്നതിനേക്കാൾ ഗൗരവമാണ് അവർ കണ്ട് എന്ന് പറഞ്ഞത്. അവരേതെങ്കിലും കാരണവശാൽ മുജാഹിദായിട്ടുണ്ടോ ഇല്ലേ നമുക്കറിയില്ല. പക്ഷെ കണ്ടതിന്റെ പേരിൽ മുജാഹിദായി എന്ന് പറയുമ്പോ ഒന്ന് ചിന്തിക്കണ്ടേ? അവിടെ ഇരുന്ന് നമ്മളല്ലേ വ്യവസ്ഥ തയ്യാറാക്കുമ്പോ പറഞ്ഞത് ഈ പരിസരത്തുള്ള ആളുകളിലേക്ക് അത് എത്തുള്ളൂ. അതിനു വേണ്ടിയിട്ട് അവിടെ സ്ക്രീൻ ഒരുക്കി പരിസര ചാനലുകളിൽ, പ്രാദേശിക ചാനലുകളിൽ ആ വിഷയം നമ്മൾ എത്തിക്കുകയും ചെയ്തു. പിന്നെ എങ്ങനെ 8 കിലോമീറ്റർ അപ്പുറത്തേക്ക് എത്തി? അവര് പറയുന്നു ഞങ്ങൾ കണ്ടിട്ടില്ല. എന്ന് നിങ്ങൾ കാണിക്കവരെ, അവരെ നിങ്ങൾ മാന്യതയുണ്ടെങ്കിൽ കാണിക്കൂ. ഇൻഷാ അല്ലാഹ് ഞങ്ങൾ അതേ ഭാഗം തന്നെ ഞങ്ങൾ കാണിക്കും. എന്താണ് അതിന്റെ യാഥാർത്ഥ്യം എന്നത്? എന്തേ കാണിക്കാതെ പോയത്? അത് ഇൻഷാ അല്ലാഹ് ജനങ്ങളൊന്ന് പഠിക്കട്ടെ, എന്നാലേ അതിന്റെ ഗൗരവമൊക്കെ മനസ്സിലാക്കാൻ കഴിയും. നിങ്ങൾ നോക്ക്, ഈ അടുത്ത കാലത്ത് ഇവർ മുജാഹിദായി എന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ച് കൊട്ടിഘോഷിച്ച ഒരു വലിയ ആളുണ്ട്. സുബ്ഹാനല്ലാഹ്, അങ്ങനത്തെ ഒരാളെ കിട്ടിയാൽ ഒരു പൈസ കൊടുത്താക്കണാണ് മുജാഹിദാകുന്നത്. എന്തിനു വേണ്ടിയിട്ട്? എന്നിട്ട് അവരെ കൊണ്ട് ഇവിടെ കുറച്ചു കാലം ജീവിക്കണം. കാരണം ഖുർആനും ഹദീസും പറഞ്ഞാൽ നമ്മളെ മുമ്പിൽ മുന്നോട്ട് പോകാൻ കഴിയൂല എന്ന പൂർണ്ണ ബോധം ഇവർക്കുണ്ട്. അപ്പൊ ഇടക്കിടക്ക് ആരെങ്കിലും 5 റുപ്യ കായ് കൊടുത്തിട്ട് അവർ മുജാഹിദാക്കും. എന്നിട്ട് അവൻ ഒരുപാട് കാലം കൊണ്ടുവെടുക്കും. അവൻ പറയുന്ന പൊട്ടത്തരം മുഴുവനും ഇവര് സഹിച്ചിരിക്കും. കാരണം ഇവർക്ക് നല്ല തെളിവാണത് അവര് പറഞ്ഞ പൊട്ടത്തരൊക്കെ. നിങ്ങൾ കേട്ടോളൂ. ആദ്യമായി മുജാഹിദാകുന്ന ഒരു വലിയ മഹാണ്ട്, അങ്ങനെ മുജാഹിദായ ഒരു മനുഷ്യന്റെ മഹത്വമാണ് ആദ്യം നിങ്ങൾ കേൾക്കാൻ പോകുന്നത് കേട്ടോ. അയാൾക്ക് ഇല്ലാത്ത ബിരുദല്ല. ഞങ്ങൾ എന്തുകൊണ്ട് മുജാഹിദായി എന്ന ഈ ആദർശ പ്രബോധന പ്രവർത്തനത്തിലെ സമാപന പ്രസംഗം നിർവഹിക്കുന്നത് ജമാലിയ അറബിക് കോളേജ് പ്രിൻസിപ്പളും നെടുമങ്ങാട് കാശിഫുൽ ഉലൂമിൽ നിന്നും കാശിഫി ബിരുദവും അൻവാറുൽ ഹിക്കമിൽ നിന്നും ഹിക്കമി ബിരുദവും ബാംഗ്ലൂരിലെ സബീലുർ റഷാദിയിൽ നിന്നും റഷാദി ബിരുദവും കരസ്ഥമാക്കിയ MS നവാസ് റഷാദി അവറുകളാണ്. അതിനായി അദ്ദേഹത്തെ സ്നേഹപൂർവം സ്വാഗതം ചെയ്യും. അയാളെ മഹത്വങ്ങൾ കേട്ടല്ലോ. എന്തെല്ലാം ബിരുദാപ്പ് പറഞ്ഞു? ഒരുപാട് ബിരുദണ്ടല്ലേ, വലിയ പണ്ഡിതനാട്ടോ. എന്നാൽ ഇനി അയാൾ പ്രസംഗിക്കാൻ പോവുകയാണ്. അതിൽ അയാള് ഒരു ചെറിയ ഗ്രന്ഥത്തിന്റെ രചയിതാവ് ആരാണെന്ന് പോലും അയാൾക്കറിയില്ല. നാം ചിന്തിക്കുക, മലക്കുകളെ കുറിച്ച് സുന്നികൾ അപരാധം പറയുന്നത് എന്തെന്നറിയുമോ? ഇബ്നു ഹജർ അൽ അസ്കലാനിയുടെ ഫത്താവൽ ഹദീസിയ്യ എന്ന ഗ്രന്ഥത്തിൽ അതിൽ പറയുന്ന വിഷയം ഞാൻ ആദ്യം ഒന്ന് സൂചിപ്പിച്ചു തരാം, എന്നാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഇബ്നു ഹജറുൽ അസ്കലാനി തങ്ങളുടെ ഫതാവൽ ഹദീസിയ്യ എന്ന ഗ്രന്ഥത്തിൽ നിന്നാണ് അയാൾ വിഷയം ഉദ്ധരിക്കുന്നത്. ഇബ്നു ഹജറുൽ അസ്കലാനി തങ്ങൾക്ക് ഫതാവൽ ഹദീസിയ്യ എന്നൊരു ഗ്രന്ഥം തന്നെ അല്ല. എന്ത് വലിയ പൊട്ടത്തരാണ്! എത്ര ബിരുദാണ് ഇയാൾക്ക് കിട്ടിയിട്ടുള്ളത്! ബിരുദം കിട്ടി ഊക്കൂടിയാലുള്ള ബിരുദാണ് ഇപ്പത്. നിങ്ങൾ കേൾക്കാൻ പോവുകയാണ്. അയാൾ ഒരു സ്ഥലത്തൊന്നല്ല പറയുന്നത്, ആവർത്തിച്ച് പറയാണ്. അതിന്റെ ഇടക്ക് AP അബ്ദുൽ ഖാദിർ മൗലവി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞ ഒരു പോയിന്റും അയാൾ എടുത്തു ധരിക്കുന്നുണ്ട്. എന്താ പറഞ്ഞത് എന്നറിയോ? കറുത്ത പാറയുടെ സമീപത്ത് ചെന്നിട്ട് ആന അല്ല എന്ന് തോന്നുന്ന ഭാഗങ്ങളൊക്കെ അങ്ങ് മുറിച്ചു മാറ്റിയാൽ ആനയാകും എന്ന് ആര് പറഞ്ഞു? AP അബ്ദുൽ ഖാദിർ മൗലവി പറഞ്ഞല്ലോ. പൊട്ടത്തരല്ലേ അതൊക്കെ? കറുത്ത പാറന്റെ സമീപത്ത് ചെന്ന് ആനല്ല എന്ന് തോന്നുന്ന ഭാഗമൊക്കെ വെട്ടിമുറിച്ചാൽ ആനാകും.
വല്ലാത്തൊരു വിവരക്കേട്. അത് മൂപ്പര് എടുത്ത് ഉദ്ധരിക്കുകയാണ്. അയാൾ ഏതായാലും പൊട്ടത്തരം പറഞ്ഞു. അപ്പൊ പൊട്ടന്മാർക്ക് നല്ല സ്വീകരണം കൊടുക്കാൻ പറ്റിയ ആളുകൾ തന്നെയാണ് നിങ്ങള്. അത് നിങ്ങളെടുത്ത് തന്നെ വിടണത്, അത് നിങ്ങൾ തന്നെ നടത്തണം, നിങ്ങൾ തന്നെ ഏറ്റെടുക്കണം. നിങ്ങൾ തന്നെ ഒന്ന് കേട്ടാളി. വിട്ടു പോകരുത്. ഓരോരുത്തരും ശ്രദ്ധയോടുകൂടി കേൾക്കുക. നാം ചിന്തിക്കുക, മലക്കുകളെ കുറിച്ച് സുന്നികൾ അപരാധം പറയുന്നത് എന്തെന്നറിയുമോ? ഇബ്നു അജർ അൽ അസ്കലാനിയുടെ ഫത്താവൽ ഹദീസിയ്യ എന്ന ഗ്രന്ഥത്തിൽ, ആ ഗ്രന്ഥം നമ്മൾ സ്വീകരിക്കുന്നു. പക്ഷേ നേരത്തെ ഇവിടെ ഉദ്ഘാടന പ്രാസംഗികനായ AP അബ്ദുൽ ഖാദർ മൗലവി പറഞ്ഞതുപോലെ ആനയെ ഉണ്ടാക്കാൻ ആഗ്രഹമുള്ളവര് കറുത്ത പാറയുടെ അടുത്ത് ചെന്നിട്ട് ആന അല്ല എന്ന് തോന്നുന്നതിനെല്ലാം അങ്ങ് വെട്ടിക്കളഞ്ഞാല് അത് ആനയായി മാറുമെന്ന് AP അബ്ദുൽ ഖാദർ മൗലവി നേരത്തെ ഉദ്ഘാടന പ്രസംഗത്തിൽ പറയുകയുണ്ടായി. എന്നതുപോലെ ഈ ഫത്താവൽ ഹദീസിയ്യ എന്ന ഇബ്നു ഹജർ അൽ അസ്കലാനിയുടെ ഗ്രന്ഥത്തിൽ ഖുർആനും ഹദീസിനോടും യോജിച്ചു വരുന്ന വല്ലാത്തൊരു വിവരക്കേടല്ലേ. ഇബ്നു ഹജറുൽ അസ്കലാനി തങ്ങൾ തന്റെ ഫത്താവൽ ഹദീസിയ്യ എന്ന ഗ്രന്ഥത്തിൽ, ആ ഗ്രന്ഥം ഞങ്ങൾ സ്വീകരിക്കുന്നു. സക്കരിയ കേൾക്കണ്ട ഈ പൊട്ടത്തരം. അപ്പൊ ആരുടെ മുമ്പിൽ വെച്ചാ പ്രസംഗിക്കുന്നത്? AP അബ്ദുൽ ഖാദർ മൗലവിന്റെ മുമ്പിൽ വെച്ചിട്ട്, അയാളെ മുമ്പിൽ വെച്ചിട്ടാണ് ഇപ്പൊ ഈ കാര്യം പ്രസംഗിക്കുന്നത്. അയാൾ എഴുതി കൊടുത്തതാണ് സാധു പറയുന്നത്. അപ്പൊ നിങ്ങൾ നോക്ക്, തീരെ വിവരമില്ലാത്ത ആള്. ഇയാൾക്കൊരു 4-5 കോളേജിൽ നിന്നും കൂടി ബിരുദെടുത്തൂടായിരുന്നോ? സഫാഹത്ത് അറബി കോളേജിൽ നിന്ന് സഫീഹി എന്ന ബിരുദവും, ജഹാലത്ത് അറബി കോളേജിൽ നിന്ന് ജാഹിൽ എന്ന വിവരവും, ഹമാഖത്ത് അറബി കോളേജിൽ നിന്ന് ഹംഖ് എന്ന ബിരുദവും എടുത്ത കുറച്ചും കൂടി ബിരുദെടുത്തിട്ട് അതും കൂടെ നിങ്ങൾ പറയണം. എന്നാലേ ഇപ്പൊ മൂപ്പര പവർ ഒന്ന് വ്യക്തമാകുള്ളൂ. എന്ത് വിവരക്കേടാ നോക്കിയത്. ഇതൊക്കെ ഇപ്പൊ മുജാഹിദ് ഇത് കൊണ്ട് നടക്കുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. തീരെ ഉളുപ്പില്ലാത്ത ഒരു സമൂഹമല്ലേ ഇതൊക്കെ. ഒറ്റശരത്ത് പറയേണ്ട പേരല്ലേ ഇതൊക്കെ. എന്ത് വിവരക്കേടായി പറഞ്ഞത് നിങ്ങൾ ചിന്തിക്കണം. ഇബ്നു ഹജറുൽ അസ്കലാനി തങ്ങളുടെ ഫതാവൽ ഹദീസിയ്യ ഇത്രത്തോരം ബിരുദെടുത്തിട്ടുള്ള ഒരു മനുഷ്യൻ പറഞ്ഞ വാക്കാണിപ്പത്. അങ്ങനത്തെ ആളുകളൊക്കെ മുജാഹിദായി എന്ന് പറഞ്ഞിട്ട് അത് കൊണ്ട് നടക്കുമ്പോ എന്താണ് ഈ സമൂഹം മനസ്സിലാക്കിയത്? അതും കൂടെ നിങ്ങൾ ചിന്തിക്കണ്ടേ. ഇവിടെ ഒരാൾ മുജാഹിദായി എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുന്നത് അയാൾ തൗഹീദിലേക്ക്, യഥാർത്ഥ തൗഹീദിലേക്ക് വന്നു എന്നാ. നിങ്ങൾ ഇരുത്തി അയാളെ പഠിപ്പിക്കല്ലേ വേണ്ടത്. പിന്നെ അയാളെ വിവരക്കേടൊക്കെ ജനങ്ങളെ മുമ്പിൽ പ്രസംഗിപ്പിച്ച് അങ്ങനെ ഒരുപാട് വിവരമില്ലാത്ത ആൾക്കാരുണ്ടാക്കലാണോ? അതാണോ വേണ്ടത്? അല്ലെങ്കിൽ യഥാർത്ഥ തൗഹീദ് എന്താണെന്ന് ശരിക്കും അയാളെ ശരിക്കും പഠിപ്പിക്കുക, എല്ലാ മേഖലയും പഠിപ്പിക്കുക. ഇയാളെ വിവരക്കേട് മുഴുവനും എല്ലാ സ്റ്റേജുകളിലും നിങ്ങൾ നേതാക്കൾ ബാക്കിലിരുന്ന് ഇവരെ കൊണ്ട് അങ്ങനെ പറയിപ്പിക്കുക, നിങ്ങൾ അതിനങ്ങനെ അംഗീകാരം കൊടുക്കുക. അപ്പൊ ഇതൊക്കെ സമൂഹം എന്നോ മനസ്സിലാക്കിയിട്ടുണ്ട് നിങ്ങളുടെ ഈ തക്കടികൾ എന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പൊ അങ്ങനെയുള്ള ഓലപ്പാമ്പൊന്നും എടുത്തിട്ട് സുന്നികളെ നേരെ കുതിര കളിക്കാൻ വരണ്ട എന്നാണ് ഈ സമയത്ത് പറയുന്നത്. ആദർശമായി പറയാനുണ്ടെങ്കിൽ ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ വിഷയം സമർത്ഥിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ആൺകുട്ടികൾ ഉണ്ടോ നിങ്ങളുടെ കൂട്ടത്തിൽ? കടന്നു വരണം. അതാ പറയാനുള്ളത്, അതാണ് പറയാനുള്ളത്. അതല്ലാതെ വെറുതെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളും മറ്റൊക്കെ വലിച്ചിട്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ആ സ്വഭാവം തൽക്കാലം വിലപ്പോകുകയില്ല എന്നുകൂടെ ആവർത്തിച്ചു പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ നോക്ക്, പഴയ കാലത്ത് അവ്വലു ഫിൽ അമലിയാത്ത് എന്ന് പറയുന്ന മദ്രസയിലെ നിങ്ങളുടെ മക്കളെ നിങ്ങൾ പഠിപ്പിക്കാൻ നിങ്ങളുടെ തലമൊത്തപ്പന്മാരായ പഴയ നേതാക്കൾ സ്വീകരിച്ച പുസ്തകം, അതിൽ EK മൗലവിയുണ്ട്, TK മൗലവിയുണ്ട്, MCC മൗലവിമാരെല്ലാവരും ഉണ്ട്. അവരെല്ലാവരും കൂടെ വഹാബി ആശയത്തിന്റെ അതിമനോഹരമായ വശം കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ സിലബസായി സ്വീകരിച്ച് നിങ്ങൾ ക്രോഡീകരിച്ച പുസ്തകത്തിൽ ഖുനൂത്ത് സുന്നത്താണെന്ന് നിങ്ങൾ പറഞ്ഞിരുന്നില്ലേ? ഇല്ലേ? നിങ്ങൾ ഖുനൂത്ത് സുന്നത്താണെന്ന് പറഞ്ഞിരുന്നില്ലേ? അന്ന് നിങ്ങൾക്ക് പുതിയ ഒരു തൗഹീദായിരുന്നോ? എന്നിട്ടോ കുറച്ചു കാലം കഴിഞ്ഞപ്പോ നിങ്ങൾ പറയുന്നതോ ഖുനൂത്ത് അനാചാരമാണ്. ഇപ്പൊ നിങ്ങൾ പറയുന്നതോ ബിദ്അത്താണ്. കുറച്ചു കാലം കഴിഞ്ഞപ്പോഴേക്ക് നിങ്ങൾ മുജാഹിദ് ബാലുശ്ശേരിയെ പോലെയുള്ള ആളുകൾ പറഞ്ഞതോ വ്യഭിചാരത്തെക്കാൾ കഠിനമായ തെറ്റാണ്. അല്ലേ? ഇതെവിടെ നിന്നാ നിങ്ങൾക്ക് ഈ തൗഹീദ് കിട്ടിയത്? ഇതല്ലേ ഞങ്ങൾ ചോദിച്ചത്. ഏതിലാണ് മുസ്ലിം സമൂഹം ഉൾക്കൊള്ളേണ്ടത്? നിങ്ങൾ ഇടക്കിടക്ക് ഒന്ന് പറയുന്നു, പിന്നെ സുന്നത്തല്ലെന്ന് പറയുന്നു.
നിങ്ങൾ തന്നെ ഇവിടെ എത്ര പ്രാവശ്യം പാരായണം ചെയ്തു? അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ.